പറയാനൊക്കെ എന്തൊരു സ്പീഡാ. പണ്ടൊക്കെയാണെങ്കിൽ ഒറ്റയടിക്ക് കിട്ടിയ. ഞാൻ നിന്നെ ഒന്നും ചെയ്യൂല. பாரு என்ன பண்ற? ബോറടിക്കാൻ ആന്റി. ഈ വെക്കേഷൻ വേസ്റ്റ് ആയതുപോലെ. போர் அடிக்குதா? உன்னோட ஃப்ரெண்ட்ஸ் எல்லாம் எங்க போச்சு? അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലൊക്കെ പോയി വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ. அப்படின்னா நீ ஒண்ணு பண்ணு, நீ தனியா விளையாடு. തനിയെ വിളയാടാനൊന്നും പറ്റത്തില്ല, കുറച്ച് ആൾക്കാർ വേണം. அப்படின்னா நான் ஒண்ணு சொல்லவா? நான் உங்க கூட விளையாடட்டா? ആന്റി എൻ്റെ കൂടെ വിളയാടാൻ വരുമെന്ന് എനിക്കറിയാം, പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനല്ല. அது என்ன பாரு நீ அப்படி சொன்ன? அவங்க உனக்கு வேண்டி என்னெல்லாம் ஹெல்ப் பண்றாங்க. പണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു, ഇപ്പൊ അങ്ങനൊന്നും ഹെൽപ്പ് ചെയ്യത്തില്ല. ഇപ്പൊ എന്റെ മിഠായി കട ഉണ്ടായിരുന്നെങ്കിൽ അത് നാട്ടുകാർ കത്തിച്ചേനെ. നാട്ടുകാരെ കത്തിക്കത്തില്ല, പക്ഷെ ചേച്ചി കത്തിക്കും. കത്തിക്കും. ആ കട ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കത്തിച്ചേനെ. എന്തോന്നടേ പിന്നെയും തുടങ്ങിയ രണ്ടും കൂടി? അമ്മായി, ഇനി ഇവളെ എന്റെ നേർക്ക് കൈ പൊക്കിയ ഇവളെ ഞാൻ ഏറെ കേറ്റു. നോക്കിക്കോ, നല്ല കൊടുങ്കാറ്റ് വരുന്നുണ്ട്, വേണമെങ്കിൽ പിടിച്ചു തന്നോ, അല്ലെങ്കിൽ ഏറെ കൊണ്ടു. എന്താണ് ഒരു ചിരിയൊക്കെ? ഒന്നുമില്ല ലച്ചു. ഒന്നുമില്ല ലച്ചു. ഈടെയായിട്ട് ആന്റി എനിക്കെതിരെ തിരിയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, ഞാനേ അലക്കി ഉണക്കെടുത്തൊരു ഡ്രസ്സ് കാണാനില്ല. ഞങ്ങൾ എന്ത് വേണം? നിങ്ങളൊന്നും വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് കണ്ടോന്ന് ചോദിച്ചതാ. ശിവ ചേച്ചി ബാ കളിക്കാം. പിന്നെ കളിക്കാൻ പറ്റിയ സമയമാണ്, പോ ചേർന്ന്. കളിക്കാൻ സമയമൊക്കെ ഉണ്ടോ? ഞാൻ പിന്നെ നോക്കിട്ട് പറയോ? ഇതൊക്കെ എന്തരടേ ചെയ്യാൻ? നീയും അനുഭവിക്ക്. ഇപ്പൊ വന്ന് ഒറ്റ എണ്ണത്തിന് അടുക്കള കയറണമെന്നൊരു വിചാരമില്ല. എപ്പോ നോക്കിയാലും ഇതുപോലെ കൂട്ടം കൂടിയെന്ന് വർത്താനാ. അമ്മ ഞാൻ വരേമ്മാ. നീ അതിനെ എപ്പോഴും അടുക്കള തന്നെ അല്ലയോ? എന്തോ ഈ കമ്പൊക്കെ ആയിട്ട്. அம்மா பின்னாடி இருக்கிற சப்பு குப்பை எல்லாமே பெருக்கி கூட்டிட்டு கத்திச்சிட்டு வந்தேம்மா. എല്ലാം കത്തിച്ചു കഴിഞ്ഞോ? ஆமா அம்மா முடிச்சாச்சு. എന്നാ ആ കമ്പെടുത്തേ ലച്ചുവിനും ഗൗരിക്കും ഓരോന്ന് കൊടുക്കും. எதுக்கு? രണ്ടും ഒരു വക പറഞ്ഞാ കേക്കത്തില്ല, അടുക്കള കേറുന്ന സ്വഭാവം ഇല്ല. കൊടുക്ക് രണ്ടെണ്ണം. நிஜமா சொல்றீங்களா? ആ നിജമായിട്ട് തന്നെ സ്വന്നത്. ഒരെണ്ണം കൊടുക്കാൻ എന്റെ അങ്ങോട്ട്. അമ്മ വെറുതെ ഒന്നും പറഞ്ഞല്ല. பயந்துட்டாங்க. എന്റെ ഡ്രസ്സ് കാണാനില്ല. അമ്മമ്മ, ഞാൻ അലക്കി ഉണക്കി എടുത്തതിന്റെ ഡ്രസ്സ് കാണാനില്ല. അത് പറഞ്ഞോട് ആരും കേൾക്കുന്നില്ല. മക്കൾ അകത്ത് ചെന്ന് നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും. അവിടെ ഇല്ല. നീ എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ പാറു നിനക്ക് അടി കിട്ടുവേ. ഞാൻ എടുത്തിട്ടില്ല. അവൾ എന്തിനാ നിന്റെ ഡ്രസ് എടുക്കുന്നേ? എനിക്കറിയോ, എന്റെ ഡ്രസ്സ് ആകെ പാടെ 4-3 ഡ്രസ്സേ ഉള്ളൂ. ഞാൻ എടുത്തില്ല. வாங்கம்மா நம்ம போலாம். பாவம் பயந்துட்டாங்க.